പ്രശ്നം വെള്ളമാണല്ലോ. നമ്മൾ ഈ സിന്ധു പഞ്ചാബ് പ്രവിശ്യയുടെ കാര്യം സംസാരിക്കുമ്പോൾ സിന്ധിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ വെള്ളത്തിന്റെ ആശ്രയം എന്ന് പറയുന്നത് സിന്ധു നദി തന്നെയാണ്. അപ്പോൾ ഈ സിന്ധു നദിയിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഈ പാകിസ്ഥാനിലെ സിന്ധു മാത്രമല്ല, പഞ്ചാബ് ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാ പ്രവിശ്യകൾക്കും ആവശ്യമാണ് നിലനിൽപ്പിന്. സിന്ധിലെ കൃഷിക്കും മനുഷ്യരുടെ കുടിവെള്ളത്തിനും അടക്കം അവർ ഈ ഒരു വെള്ളത്തെ ഉപയോഗിക്കുന്നുണ്ട്, പഞ്ചാബികൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ 2025 ഫെബ്രുവരി ആയപ്പോൾ ഒരു വലിയ പ്രോജക്ട് ഈ അസീം മുനീർ എന്ന് പറയുന്ന ഈ മിലിറ്ററി ചീഫ് പ്രഖ്യാപിക്കുകയാണ്. കൂടെ പഞ്ചാബിലെ ചീഫ് മിനിസ്റ്റർ മറിയം നവാസും ഒപ്പം ഉണ്ട്. ഏതാണ്ട് $3.3 ബില്യൺ ഒരു കനാൽ പ്രോജക്ട് ആണ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നത്. പാകിസ്ഥാന്റെ ഗ്രീൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നത്. ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് സിന്ധു നദിയിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തെ കനാലുകൾ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചാബിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഈ പഞ്ചാബ് എന്ന് പറയുന്നതാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ എന്ന് നമ്മൾ പറയുമ്പോൾ ബലൂജും സിന്ധും ഖൈബർ പഖ്തൂൺഖയും ഒക്കെ ഉണ്ടെങ്കിലും പഞ്ചാബ് എന്ന് പറയുന്നതാണ് പാകിസ്ഥാനിൽ എന്ത് നടക്കണം, എന്ത് തീരുമാനമെടുക്കണം എന്നെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മിലിറ്ററി ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും കേന്ദ്രം പഞ്ചാബ് എന്ന് പറയുന്ന പ്രവിശ്യയാണ്. മോസ്റ്റ് പവർഫുൾ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പഞ്ചാബിനെ, പാകിസ്ഥാനിൽ ഏറ്റവും പവർഫുൾ. അപ്പോൾ ഈ പഞ്ചാബിലേക്ക് എല്ലാം കൊണ്ടുപോകുന്നു എന്ന വാദം നേരത്തെ തന്നെ സിന്ധിലുള്ള മനുഷ്യർക്കിടയിലുണ്ട്, ബലൂജികൾക്കിടയിലുണ്ട്, അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺഖ റീജിയനിലുള്ളവർക്കുണ്ട്. അതുകൊണ്ടാണ് അവിടെയൊക്കെ വിഘടനവാദം ഇത്ര ശക്തമാവുന്നത്. ഇത് വെറും ഒരു വാദമല്ല എന്ന് വെച്ചാൽ ഇതിൽ വസ്തുതയുണ്ട്. ഈ സിന്ധ് എന്ന് പറയുന്ന പ്രവിശ്യയിലെ ജനങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത് സിന്ധു നദിയാണ്. അപ്പോൾ അതിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി കനാൽ നിർമ്മിക്കാൻ ആരംഭിച്ചതോടെ ഓൾറെഡി ഇവർക്ക് വെള്ളത്തിന് വലിയ ഷോർട്ടേജ് ഉണ്ട്. അവിടെ വരൾച്ചയുടെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഈ ഷോർട്ടേജ് നേരിടുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്തിരിക്കുന്നത്. ഇതിന് പുറമെയാണ് ഇന്ത്യ തന്ത്രപരമായിട്ട് സിന്ധു നദിയുമായി ബന്ധപ്പെട്ട കരാറിൽ നിന്ന് പിന്മാറി. സ്വാഭാവികമായിട്ടും സിന്ധിലെ മനുഷ്യർക്ക് ഇതിലൂടെ വലിയ രീതിയിലുള്ള ആശങ്കയും ഭയവും ഉണ്ടായി. ഇന്ത്യ പിന്മാറിയിരിക്കുന്നു, അപ്പോൾ ഇന്ത്യ ഓൾറെഡി ചിലപ്പോൾ വെള്ളം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇതിന് പുറമെ പഞ്ചാബ് തന്നെ, അവിടെയുള്ള സംസ്ഥാനം തന്നെ, പാകിസ്ഥാനിലെ ഗവൺമെന്റ് തന്നെ ഇവരുടെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള വെള്ളം നിഷേധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായി അവർക്ക് അതിന്റെ ഒരു ദേഷ്യം ഉണ്ടാകുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് ആളിപ്പടർന്ന ഒരു കലാപമായിട്ട് ഇന്ന് സിന്ധ് പ്രവിശ്യയിൽ മാറിയിരിക്കുകയാണ്. വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത്. അവരുടെ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണ് പ്രധാനമായ യുദ്ധം, സിന്ധ് പ്രവിശ്യയും പഞ്ചാബും തമ്മിൽ. അതോടൊപ്പം തന്നെ നമുക്കറിയാം സിന്ധികളെ ബലൂജികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബലൂജികൾക്കൊപ്പം ഖൈബർ പഖ്തൂൺഖ റീജിയനിലുള്ള പഷ്തൂൺസ് ഉണ്ട്. സോ ഇവരെല്ലാം ഒറ്റക്കെട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണത്തിനെതിരായിട്ട്, ആ ഒരു ഡോമിനൻസിനെതിരായിട്ട്. എങ്ങനെയാണോ പണ്ട് 71 മുമ്പ് കിഴക്കൻ പാകിസ്ഥാനെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ചൂഷണം ചെയ്ത് അടിച്ചമർത്തിയത്, അതേ രീതിയിൽ ഇന്ന് പഞ്ചാബ് മറ്റു പ്രവിശ്യകളെ ചൂഷണം ചെയ്യുന്നു എന്ന ഒരു